സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൂട്ടുകറി. നോർത്ത് കേരളയിലും സൗത്ത് കേരളയിലും ഒക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടുകറിയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ ഇന്ന് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചേന വേവിച്ചെടുക്കണം. അപ്പം മഴയുള്ള സമയമായതുകൊണ്ട് ചേന പെട്ടെന്ന് വേവും. അതുകൊണ്ട് തന്നെ ചേനയുടെ കൂടെ തന്നെ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ചേർക്കുകയാണ്. 1 കപ്പ് ചേന, 1 കപ്പ് കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തു. ഉപ്പ് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നുള്ളു പെപ്പറും കൂടെ ചേർക്കാം. ഇത്രയും ചേർത്ത് ഒന്ന് വേവിക്കാം. നമുക്ക് കായയും കടലയും ചേർക്കാനുണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചേർക്കാം. അപ്പോൾ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഓരോ കപ്പ് വീതമാണ്. കടല വേവിച്ചത് 1 കപ്പുണ്ട്, കുമ്പളങ്ങ 1 കപ്പ്, ചേന 1 കപ്പ്, കായ 1 കപ്പ്. അപ്പോൾ ചേനയും കുമ്പളങ്ങയും പകുതി കുക്കായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ വാഴയ്ക്ക ഇടാം. വാഴയ്ക്കയും കടല ഓൾമോസ്റ്റ് കുക്ക്ഡാണ്. ഒരു ശകലം വേവാനൂടെ ഉള്ളൂ. ഇത് നമ്മൾ 1/2 കപ്പ് കടല വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട ശേഷം നെക്സ്റ്റ് ഡേ വേവിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് 1 കപ്പുണ്ട്. കടല വേവിച്ച വെള്ളം കൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. കൂട്ടുകറിക്ക് ഒത്തിരി വെന്തുടയേണ്ട ആവശ്യമില്ല. ചാറ് പോലല്ല നമ്മൾ എടുക്കുന്നത്, ഇച്ചിരി ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പരുവായിട്ടുണ്ട്. എല്ലാം വെജിറ്റബിൾസും വെന്തു. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഒതുക്കി ചേർക്കാനായിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/2 കപ്പ് തേങ്ങ, ഇതൊന്ന് ഒതുക്കാം. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കുന്ന പോലെ ഒന്ന് ഒതുക്കി ചേർക്കാം. ഈ ഒരു പരുവത്തിൽ മതി. ചില സ്ഥലങ്ങളിലൊക്കെ കൂട്ടുകറി ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഇവിടെ 4 വെജിറ്റബിൾസ് ആണല്ലോ. ഇത് കൂടാതെ ക്യാരറ്റ് ഒക്കെ ഇടാറുണ്ട്, ബീട്രൂട്ട് ഒക്കെ ഇടാറുണ്ട്. ഈ തേങ്ങയുടെ മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നല്ലതായിട്ട് ആവിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറും. ഇനി ഇത് ഓഫ് ചെയ്യാം. തേങ്ങ ഇട്ട് അതിന് പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂട്ടുകറിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് തേങ്ങ വറുത്ത് ലാസ്റ്റ് ചേർക്കും. അതാണ് ഇതിൻ്റെ ഫ്ലേവർ. ഇത് റെഡിയാണ്. ഇത് ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടാം. മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്തു. വളരെ കുറച്ച് 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകം. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ 1.5 കപ്പ് തേങ്ങ. തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരേപോലെ ഇരിക്കാനായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഒരേപോലെ തന്നെ വറുത്ത് കിട്ടും. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വറക്കണം.
കൂട്ടുകറിക്ക് നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് വറുക്കുക. ഈ ഒരു പരുവം വരെ വറുക്കും. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഓഫ് ചെയ്യാം. കരിയരുത്, പക്ഷെ നന്നായിട്ട് ഡാർക്ക് കളർ ആവണം. കൂട്ടുകറിക്ക് എപ്പോഴും കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണം. അതിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ചതച്ച കുരുമുളകാണ് ഒന്നുകൂടെ നല്ലത്, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ്ചറിലേക്ക് ഇത് ചേർക്കാം. ചൂടോടെ ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും എരിവും ഒക്കെ പാകത്തിന് ചേർക്കാം. പിന്നെ പെപ്പറിൻ്റെ ഫ്ലേവർ ഇച്ചിരി മുമ്പിൽ നിൽക്കുന്ന പോലെ എടുക്കുക നല്ലത്. ഈ കൂട്ടുകറി നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെപ്പറിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് മുമ്പിൽ നിൽക്കും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി വെന്ത് പോകാതെ എന്നാൽ കുറച്ച് വേവ് വേണം, ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. അധികം ഗ്രേവി ഇല്ലാതെ ഈ ഒരു പരുവത്തിന് സെർവ് ചെയ്യാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ സൗത്ത് കേരള പോയാലും നോർത്ത് കേരള പോയാലും പല തരത്തിലാണ് കൂട്ടുകറി ഉണ്ടാക്കാറ്. അപ്പം സൗത്ത് കേരളയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ക്യാരറ്റ്, പടവലങ്ങ അങ്ങനെയുള്ള വെജിറ്റബിൾസും ചേർക്കാറുണ്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.